പെരുവള്ളൂരിൽ പേവിഷബാധയെന്ന് സംശയിക്കാവുന്ന ലക്ഷണങ്ങളോടെ കണ്ടെത്തിയ കുറുനരിക്ക് ഉദ്യോഗസ്ഥരെത്തും മുമ്പ് ജീവൻ നഷ്ടമായി. വരപ്പാറ പുതിയ പറമ്പിൽ 18-ാം വാർഡിൽ ഉൾപ്പെട്ട നെയ്യം എന്നയാളുടെ വീട്ടുവളപ്പിൽ മുറ്റത്തിനോട് ചേർന്ന ചെറിയ കുഴിയിലാണ് ഇതിനെ അവശനിലയിൽ കണ്ടത്. തെരുവുനായ എന്ന് തെറ്റിദ്ധരിച്ച നെയ്യം വാർഡ് മെമ്പർ ആയിഷ ഫൈസലിനെ കാര്യമറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം പേവിഷബാധയുള്ള നായയുടെ കടിയേറ്റ 5.5 വയസ്സുകാരിയുടെ വിഷബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഈ വിഷയം വളരെ ഗൗരവത്തിലെടുത്ത് അടിയന്തര നടപടിക്കായി പെരുവള്ളൂർ വെറ്റിനറി സർജൻ ഡോക്ടർ ജാബിർ കെയോട് ആവശ്യപ്പെടുകയായിരുന്നു. സർജൻ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സുരേഷ് കുഴിമണ്ണയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തിയതോടെയാണ് നായയല്ല ഇത് കുറുനരിയാണെന്ന് തിരിച്ചറിയുന്നത്. ഉടനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് വിവരം കൈമാറുകയും ചെയ്തു. കാടാമ്പുഴ റേഞ്ച് ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥർക്ക് എത്താനുള്ള കാലതാമസം മനസ്സിലാക്കി കാടാമ്പുഴ സ്റ്റേഷനിലെ നിർദ്ദേശപ്രകാരം കൊണ്ടോട്ടിയിൽ നിന്നും നിലമ്പൂർ RRT ഫോറസ്റ്റ് വളണ്ടിയർ മുഹമ്മദ് ആസിഫ് പി സ്ഥലത്തെത്തി. എന്നാൽ വളണ്ടിയർ സ്ഥലത്തെത്തും മുമ്പ് കുറുനരിയുടെ ജീവൻ നഷ്ടമായിരുന്നു. പിന്നീട് ഇതിനെ വളണ്ടിയർ മുഖേന കാടാമ്പുഴ റേഞ്ച് ഓഫീസിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി അയച്ചിരിക്കുകയാണിപ്പോൾ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്ന മുറപ്രകാരം വിവരങ്ങൾ അറിയിക്കാമെന്ന് ആയിഷ ഫൈസൽ പറഞ്ഞു. കുറുനരിയെ കണ്ടെത്തിയതു മുതൽ ഫോറസ്റ്റിന് കൈമാറും വരെ നടപടികൾ സഹായിക്കാൻ തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT സാജിദ കൂടി സ്ഥലത്തുണ്ടായിരുന്നു. പിന്നീട് പെരുവള്ളൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ M ലൈജുവിന്റെ നേതൃത്വത്തിൽ കുറുനരി കിടന്നിരുന്ന സ്ഥലം ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തു.